ലാലേട്ടന്റെ കരിയറിൽ തന്നെ എക്കാലത്തും വലിയൊരു ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ആറാട്ട് എന്ന ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്പോൺസ് നേടേണ്ടിയിരുന്ന ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകാതെ പോയിട്ടുള്ള കാരണങ്ങളും കൂടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് വന്ന വഴികൾ തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈമിൽ വലിയ രീതിയിലുള്ള ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ ലാലേട്ടൻ കോംബോയിൽ ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രം വരുന്നു എന്നുള്ള ആകെ ഒരു പ്രത്യേകത ഉള്ളായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ. പിന്നെ പതുക്കെ ഹൈപ്പ് കൂട്ടാൻ തുടങ്ങിയത് ഈ ഒരു ചിത്രത്തിൽ AR റഹ്മാൻ ഉണ്ടായിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ KGF എന്ന ചിത്രത്തിൽ KGFന്റെ ഫസ്റ്റ് പാർട്ടിലെ വില്ലനായിട്ടുള്ള ഗരുഡനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗരുഡനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഫുൾ ഒരു വില്ലൻ വേഷത്തിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് ഇറങ്ങുന്ന പോസ്റ്ററുകളൊക്കെ ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചു. കിടിലമായിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു പോസ്റ്റർ വൈസ് എന്തോരം ചിത്രത്തിന് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിലായാലും ഒരു പോസ്റ്റർ വൈസ് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിലെ ടീം ഒഫീഷ്യൽ ടീസർ പുറത്തു വിട്ടു. ആ ടീസർ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാവും ഈ ഒരു ചിത്രം ഏത് ലെവലിലോട്ടാണ് ചിത്രത്തിന്റെ ടീം ആ ഒരു ഹൈപ്പിനെ ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷു ടൈമാണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയ ഒരു ടൈമായിരുന്നു. ഒരുപാട് സിനിമകളുടെയൊക്കെ ആ ഒരു സമയത്ത് അപ്ഡേറ്റുകൾ പുറത്തു വിട്ടു. പക്ഷേ ആ അപ്ഡേറ്റുകളൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയി. കാരണം ഈ ഒരു ചിത്രത്തിന്റെ ടീസർ ആയിരുന്നു അന്ന് ഏറ്റവും വലിയ തരംഗം. നമ്മൾ ലാലേട്ടന്റെ ഇതുവരെ കാണാത്ത എന്ന് പറഞ്ഞാൽ കുറെ നാളായി മിസ് ചെയ്തിട്ടുള്ള ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രം ദേ എത്തി എന്നുള്ള രീതിയിലായുള്ള ഒരു ടീസർ ആയിരുന്നു. കിടിലമായിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലും ആ ലുക്കും സ്വാഗും മറ്റേ ഡയലോഗ് ഡെലിവറിയും അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കിടില സിനിമ തന്നെ ആയിരിക്കുമെന്ന് എല്ലാവരും തന്നെ ഉറപ്പിച്ച ഒരു ടൈം തന്നെയായിരുന്നു. അങ്ങനെ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ ചിത്രത്തിന്റെ ടീം പിന്നീട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തിറക്കി. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം ഏറ്റവും വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമായിരുന്നു. പറഞ്ഞാൽ ആ ടീസറൊക്കെ വന്ന് വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈം കഴിഞ്ഞ് ഈ ഒരു ചിത്രത്തിന്റെ അതേ രീതി വരുന്നത് അല്ലെങ്കിൽ അതിനപ്പുറം വരുന്നൊരു ട്രെയിലറും ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടു. അതോടെ മിക്കവരും ഈ ഒരു ചിത്രം വലിയൊരു വിജയമാകും അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ തന്നെ എല്ലാവരും വെച്ചു. കൂടാതെ തന്നെ പല സിനിമകളുടെയും ആ ഒരു റെഫറൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു കിടിലം മാസ് മസാല എന്റർടൈനർ ചിത്രം അല്ലെങ്കിൽ ഇതൊരു കിടിലം ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഒരു 100 കോടി അടിക്കുമെന്നൊക്കെ തന്നെ ആ ടൈമിൽ എല്ലാവരും പ്രതീക്ഷിച്ച ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ടൈമിൽ അങ്ങനെ വിചാരിച്ച ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ അല്ലെങ്കിൽ ആവറേജ് താന്നു പോകുന്ന റെസ്പോൺസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് അന്ന് നേടിയെടുക്കാൻ സാധിച്ചു. ഇത്രയും വലിയൊരു ഹൈപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് എങ്കിലും അത്യാവശ്യം ചിത്രം പോയേനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരക്കഥ ഇല്ലാതായി പോയതാണ് ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എല്ലാവരും പറയും ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രത്തിന് വലിയ രീതിയിൽ കഥയോ ലോജിക്കോ നോക്കേണ്ട കാര്യമില്ല എന്ന്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നമുക്ക് അല്ലു അർജുനെയൊക്കെ വെച്ചൊന്ന് നോക്കാം. അല്ലു അർജുൻ്റെ ലക്കി ദി റേസ് എന്ന ചിത്രമുണ്ട്. അതിൽ ഒന്ന് പക്കാ തെലുങ്ക് ചിത്രം മെറ്റീരിയലൊക്കെ എടുത്തു വെച്ചിട്ട് പക്ഷേ നമുക്ക് ടൈം പോകുന്നത് പോലും അറിയാതെ ഒരു കിടിലമായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു. അതുപോലൊക്കെ എല്ലാവരും പറയും മാസ് സിനിമകൾ നമ്മൾ ലോജിക്കോ കാര്യങ്ങളോ കഥ ബേസോ ഒന്നും നോക്കണത് നമ്മളൊന്നും നോക്കുന്നില്ല. പക്ഷേ ഒരു അത്യാവശ്യം ഒരു സിമ്പിൾ സ്റ്റോറി ആയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ബീജിയം വെച്ച് ആ ഒരു സിനിമയെ ഹൈ ആക്കാനാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ആവശ്യവും വേണ്ടതും വേണ്ടാത്തതുമായ കുറേ സീനുകളൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ചിത്രം പല സീൻസിനും നല്ല രീതിയിൽ തന്നെ ലാഗ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്ക സ്ഥലത്തും ചിത്രത്തിലെ കോമഡി ആണെന്നൊക്കെ പറഞ്ഞ് പല സീൻസൊക്കെ കാണിച്ചപ്പോഴും അത് എല്ലാവർക്കും അങ്ങനെ വലിയ രീതിയിൽ വർക്കാകാനും പോയില്ല. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മറ്റേ വില്ലനായിട്ട് ലാസ്റ്റ് കാണിക്കുന്ന വലിയ ട്വിസ്റ്റൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടനെ കാണിക്കുന്നത് നെയ്യാറ്റിൻകര ഗോപൻ എന്ന സാധാരണക്കാരൻ എന്ന രീതിയിലാണ്. പിന്നീട് അയാൾ പ്രതികാരം ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ ലാലേട്ടൻ പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ പറയും പട്ടാളക്കാരനല്ല പുള്ളി ഒരു ഏജൻ്റ് ആണെന്നൊക്കെ രീതിയിൽ. അങ്ങനെ പുള്ളി ഈ ഒരു സിനിമ ഓരോ സ്റ്റെപ്പ് ഡൈവേർട്ട് ചെയ്തിടുമ്പോൾ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ളൊരു ഒരു ആവേശം കയറുമെന്നൊക്കെ തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഫുൾ ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു വിജയമാകേണ്ട ചിത്രമായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്പുട്ട് തന്നെ എടുത്ത് നോക്കുക. ഫൈറ്റിലായാലും കൂടാതെ ലാലേട്ടൻ്റെ ഒരു കോസ്റ്റ്യൂം വൈസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റർ വൈസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ചിത്രത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. കിടിലും ഒരു ഔട്ട്പുട്ട് ഈ ഒരു ചിത്രത്തിനുണ്ട്. പക്ഷേ ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയൊരു വിജയം നേടേണ്ടിയിരുന്ന ഒരു ചിത്രമായിരുന്നു ലാലേട്ടൻ്റെ ആറാട്ട് എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഏറ്റവും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ലാലേട്ടനെ തുടരും എന്ന ചിത്രം ഹൈപ്പ് ഇല്ലാതെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും വലിയ വിജയമായി. ഈ ഒരു ചിത്രം ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ കഥ പറയുന്ന രീതിയിലാണ് കാണിച്ചു പോയിട്ടുള്ളത്. അതും അതേ രീതിയിൽ നല്ല ഹൈപ്പിനൊത്ത്
ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ തന്നെ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിജയമാകേണ്ടിയിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ആറാട്ട് എന്ന ചിത്രം. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും വലിയൊരു തരംഗമാകും അല്ലെങ്കിൽ എല്ലാവരും തന്നെ വലിയൊരു ഓളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുള്ള ഒരു കാര്യം അത് ലാലേട്ടൻ്റെ ഇൻട്രോ. പക്ഷേ ഇൻട്രോ ആയാൽ പോലും ഒരു ഓക്കെ ഫീൽ മാത്രമാണ് നൽകിയത്. വലിയൊരു ഗൂസ് ബംസ് അടിക്കുന്ന സീനായിട്ടൊന്നും മാറിയില്ലായിരുന്നു. ഒരു ചിത്രത്തിൽ ഒരു പാട്ടൊക്കെ കൊള്ളാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ആൾക്കാർ ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രത്തിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഏറ്റവും വലിയൊരു ഘടകമായി വരുന്ന കാര്യമാണ് BGM. BGM ഒരു ഘട്ടത്തിൽ ഒരു 70% ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഒരു പകുതി തിരക്കഥ ആൾക്കാർ വേണമെങ്കിൽ മറക്കും. കൂടാതെ തന്നെ ആ ഒരു ലാഗ് ഇല്ലാതുള്ള മേക്കിങ്ങിലൂടെ ഒക്കെ ആണെങ്കിലും ഈ ഒരു ചിത്രം വലിയൊരു വിജയമായി മാറിയാണ്. ഇപ്പോൾ KGF സിനിമയിലൊക്കെ ആയാലും ആ ഒരു BGM കൊണ്ട് ആ ഒരു ചിത്രത്തെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ തന്നെ ഹൈ ആക്കും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ സലാർ ചിത്രത്തെ ഞാൻ അത് കമ്പയർ ചെയ്ത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ സലാർ ചിത്രത്തിൽ പല സ്ഥലങ്ങളിലും ഒരു BGMത്തിൻ്റെ ഒക്കെ ആയാലും ഒരു ഹൈ മൂവ്മെന്റ്സിന്റെ കുറവുണ്ടായി. പക്ഷേ ആ ഒരു ഹൈ മൂവ്മെന്റ്സ് സലാർ നല്ല രീതിയിൽ തന്നെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അതും KGFന്റെ അത്ര തന്നെ വലിയൊരു റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചേനെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ ഒരു ചിത്രം നമ്മൾ പറയാൻ കാരണം. ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ തുടരും എന്ന ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ ജയിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ആവേശം രോമാഞ്ചം ഒക്കെ വരും. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ 2-3 ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും നമുക്കൊരു ഊർജ്ജം എന്ന രീതിയിൽ വരുന്നില്ല. കൂടാതെ തന്നെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ നെയ്യാറ്റിൻകര ഗോപൻ എന്ന ക്യാരക്ടറിനെ കണക്ട് ആക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കണക്ട് ആക്കാൻ ചിത്രത്തിന്റെ ടീം ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്ന് കണക്ട് ആകുന്നുമില്ല. കൂടാതെ ഇമോഷണലി പല സ്ഥലങ്ങളിലും ഈ ഒരു ചിത്രത്തിലെ ടീം ആൾക്കാരെ കണക്ട് ആക്കാനും ശ്രമിക്കുന്നില്ല. മൊത്തത്തിൽ ഒരു നിഗൂഢതയൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ നായകൻ. പിന്നീട് പതുക്കെ ഓരോരോ സർപ്രൈസ് എന്ന രീതിയിൽ പൊളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോയിട്ടുള്ളത്. ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിന്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ലൊരു ഔട്ട്പുട്ടിലോട്ട് ഈ ഒരു ചിത്രം എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ തന്നെ ആവേണ്ടിയിരുന്ന ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിൽ മറ്റ് ക്യാരക്ടേഴ്സ് ആയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിലായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ചിത്രത്തിലൂടെ ഭയങ്കര ശക്തമായ കമ്പാക്ക് ഒക്കെ പലരും പ്രതീക്ഷിച്ചിട്ട് പക്ഷെ നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷമായാലും ഏറ്റവും വലിയൊരു കമ്പാക്ക് ഒക്കെ ലാലേട്ടൻ നടന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 3 സിനിമകൾ കൊണ്ട് തന്നെ ടോട്ടൽ 3 സിനിമയുടെ കളക്ഷൻ ഏകദേശം 500 കോടി രൂപയോളം നേടിയെടുക്കാൻ സാധിച്ച് ഇപ്പോഴൊരു കിടിലൻ കമ്പാക്ക് ഒക്കെ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആറാട്ട് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക.